നമസ്കാരം. പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും മത്സരഫലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് ഹർദിക് പാണ്ഡ്യ. ഇന്ത്യൻ ടീമിലെ നിലവിലുള്ള ഏറ്റവും മികച്ച ഓൾറൗണ്ടർ. അവസാന T20 ലോകകപ്പ് കിരീടം ഇന്ത്യ അലമാരയിൽ എത്തിച്ചത് ഒരുപക്ഷെ ഹർദിക്കിന്റെ മികവിലാണെന്ന് വേണമെങ്കിൽ പറയാം. അവസാന ഓവർ എറിഞ്ഞ് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഹർദിക്കിന് സാധിച്ചു. രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരുന്നപ്പോൾ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു ഹർദിക് പാണ്ഡ്യ. എന്നാൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്തതോടെ ഹർദിക്കിന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഹർദിക്കിനെ മാറ്റി സൂര്യകുമാർ യാദവിനെയാണ് ഗംഭീർ പുതിയ T20 നായകനാക്കിയിരിക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോലും ഹർദിക്കിന് നൽകാതെ പൂർണ്ണമായും തഴങ്ങിയിരിക്കുകയാണ് ടീം ഇപ്പോൾ. ഇതിന് പിന്നാലെ ഹർദിക്കിന് മുന്നിൽ ചില നിബന്ധനകളും ഗംഭീർ വെച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകളിൽ നിന്നും വ്യക്തമായത്. ടെസ്റ്റ് കളിക്കണമെന്നും ഏകദിനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നുമെല്ലാം ഗംഭീർ ഹർദിക്കിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. എന്നാൽ ഇതൊന്നും ഹർദിക് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കാരണം എന്നാണ് വിവരം. എന്നാൽ ഹർദിക്കിന്റെ കഷ്ടകാലം തീർന്നിട്ടില്ല. ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്ത് നിന്ന് ഹർദിക്കിനെ നീക്കാനും സാധ്യതയുണ്ട് എന്നാണ് വിവരം. അവസാന സീസണിൽ രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഹർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. വേണ്ടത്ര ചർച്ചകളില്ലാതെയാണ് രോഹിത്തിനെ മാറ്റി ഹർദിക്കിനെ മുംബൈ നായക സ്ഥാനത്തേക്ക് എത്തിച്ചത്. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരെ തഴഞ്ഞാണ് ഹർദിക് നായക സ്ഥാനത്തേക്ക് എത്തിയത്. മുംബൈ ഹർദിക്കിന് നായകസ്ഥാനം നൽകാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അടുത്ത T20 നായകനാവുക ഹർദിക് പാണ്ഡ്യ ആകുമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു മുംബൈ മാനേജ്മെന്റ് ഹർദിക്കിനെ ക്യാപ്റ്റനാക്കിയത്. എന്നാൽ ഗംഭീർ വന്നതോടെ ഈ പദ്ധതികളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ ക്യാപ്റ്റനാക്കിയതോടെ മുംബൈയും നായകനെ മാറ്റാൻ നിർബന്ധിതരാവുകയാണ്. ഇവിടെ ഇന്ത്യയുടെ T20 നായകൻ ടീമിൽ ഉണ്ടായിട്ടും ക്യാപ്റ്റൻ സ്ഥാനം നൽകാതിരിക്കുന്നത് മുംബൈയെ സംബന്ധിച്ച് വലിയ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹർദിക്കിനെ തഴയാൻ മുംബൈയും എന്തായാലും നിർബന്ധിതരാകും. ഹർദിക്കിനെതിരെ സഹതാരങ്ങളുടെ പ്രതിഷേധവും ശക്തമാണ്. തന്നിഷ്ടക്കാരനായ ക്യാപ്റ്റനാണ് ഹർദിക് പാണ്ഡ്യ എന്നാണ് പലരും പറയുന്നത്. ഇത് പല താരങ്ങൾക്കും ഹർദിക് നായകനായി വരുന്നത് അംഗീകരിക്കാൻ പോലും സാധിക്കുന്നില്ല. സീനിയർ താരങ്ങളോട് ബഹുമാനമില്ലാത്ത ഹർദിക് യുവതാരങ്ങളോടും ഏകാധിപത്യ മനോഭാവത്തോടെയായിരിക്കും പെരുമാറുക എന്നും ഇവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിലക് വർമ്മയടക്കം അവസാന സീസണിൽ ഹർദിക്കുമായി ഉടക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ T20 നായകസ്ഥാനത്ത് സൂര്യകുമാർ തുടരും എന്ന് ഉറപ്പായിരിക്കുകയാണ്. അത്ര പെട്ടെന്ന് ഗംഭീർ സൂര്യകുമാർ യാദവിനെ മാറ്റിയേക്കില്ല എന്നും വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈക്ക് ഹർദിക്കിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതായി എന്തായാലും വരും. കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ഹർദിക് പാണ്ഡ്യ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഗുജറാത്ത് ടൈറ്റൻസ് നായകസ്ഥാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് മുതൽ ഹർദിക്കിന് കഷ്ടകാലമാണ്. മുംബൈയുടെ നായകനായതോടെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരുമായുള്ള ബന്ധവും മോശമായി. അതുപോലെ തന്നെ മുംബൈ ആരാധകരും ഹർദിക്കിനെ വല്ലാത്ത രീതിയിലായിരുന്നു വിമർശിച്ചത്, പരിഹസിച്ചത്, ഗ്രൗണ്ടിലെല്ലാം ആക്ഷേപിച്ചത്. സ്വന്തം ആരാധകരിൽ നിന്ന് കൂവൽ നേരിടേണ്ടി വന്നൊരവസ്ഥ പോലും ഹർദിക്കിനുണ്ടാവുകയായിരുന്നു. കുടുംബ ബന്ധത്തിലും ഇതിനിടെ തകർച്ച നേരിട്ടു ഹർദിക്കിന്. ഹർദിക്കും ഭാര്യ നടാഷ സ്റ്റാൻകോവിച്ചും കഴിഞ്ഞ ദിവസം വേർപിരിഞ്ഞുവെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ഇന്ത്യയുടെ നായകസ്ഥാനം പോയിരിക്കുന്നു. മാത്രമല്ല ഉപനായക സ്ഥാനം പോലും കിട്ടിയതുമില്ല. ഗംഭീർ കോച്ചായി ഇരിക്കുമ്പോൾ ഹർദിക്കിന് ഇനിയൊരു തിരിച്ചുവരവിനെ കുറിച്ച് ചിന്തിക്കുക പോലും തരമില്ല. അതുകൊണ്ട് തന്നെ താരത്തിന്റെ നിലപാട് എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിന് പുതിയ പരിശീലകൻ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹർദിക്കിന് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാകും. സഹതാരങ്ങൾ ഹർദിക്കിനെ പിന്തുണയ്ക്കാത്തതിനാൽ മുംബൈയുടെ നായകസ്ഥാനത്ത് തുടരുക ഹർദിക്കിന് പ്രയാസകരമാകുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ T20യിലും ടെസ്റ്റിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഗംഭീർ പറയുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഏകദിനത്തിൽ ഹർദിക്കിന് അവസരം ലഭിക്കുമോ എന്നൊരു ചർച്ചകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫി വരാൻ പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാന മത്സരമാണ് 2025 തുടക്കത്തിലുള്ള ചാമ്പ്യൻസ് ട്രോഫി മത്സരം. ഈ ഒരു മത്സരത്തിൽ ഏകദിനത്തിൽ കളിക്കാൻ പാടില്ല എന്ന ചട്ടം ഇരിക്കുന്ന സമയത്ത് ഹർദിക്കിന് കളിക്കാനാകുമോ എന്നൊരു സംശയവും ഇപ്പോൾ ആരാധകരിൽ ഉണ്ട്.